അപ്ഡേറ്റ് കറണ്ട് അഫയേഴ്സിൽ 2024 ഫെബ്രുവരി മാസത്തിലെ പ്രധാന സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ചോദ്യോത്തരങ്ങളും അതിന്റെ വിശദീകരണവുമാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീലക്ഷ്മി പ്രദീപ്. വെൽക്കം ടു ചേസിംഗ് ദ വണ്ടർ. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഘടിപ്പിച്ച് പരീക്ഷണം നടത്തുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് എന്ത്? ഉത്തരം ന്യൂറാലിങ്ക്. 2 കൊല്ലം മുൻപാണ് ടെസ്ല മേധാവി മസ്ക് ന്യൂറാലിങ്ക് എന്ന കമ്പനി ആരംഭിച്ചത്. ഒരാളുടെ തലച്ചോറിനും നിയന്ത്രിക്കേണ്ട യന്ത്രത്തിനുമിടയിൽ ഒരു ഇന്റർഫേസ് ആണ് അവതരിപ്പിക്കുന്നത്. തലമുടി നാരിനേക്കാൾ ചെറിയ ഇലക്ട്രോഡ് ത്രെഡുകൾ തലയിൽ സ്ഥാപിച്ചുകൊണ്ട് മസ്തിഷ്കത്തിലെ പ്രവർത്തനം മനസ്സിലാക്കുകയാണ് ഈ ഇന്റർഫേസ് ആദ്യം ചെയ്യുക. മസ്തിഷ്കത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെ N1 സെൻസർ സ്വീകരിച്ച് സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്ത് സോഫ്റ്റ്വെയർ മുഖേന വിശകലനം ചെയ്ത് കമാൻഡുകളാക്കി മാറ്റി പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങളിലേക്ക് നൽകും. ഇത് പൂർണ്ണമായും ഒരു മനുഷ്യനിൽ പരീക്ഷിക്കണമെങ്കിൽ ഇനിയും 2 കൊല്ലം എടുക്കും എന്നാണ് കണക്ക്. മനുഷ്യനിൽ ഇതിന്റെ പരീക്ഷണം അടുത്ത വർഷം ആരംഭിച്ചേക്കും. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രന്റെ മധ്യരേഖയ്ക്ക് തൊട്ട് തെക്ക് ഭാഗത്തുള്ള ഷിയോലി ഗർത്തത്തിന്റെ ചരിവിൽ ലാൻഡ് ചെയ്തത്. സോവിയറ്റ് യൂണിയൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ഇന്ത്യ എന്നിവയാണ് സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തിയ മറ്റു രാജ്യങ്ങൾ. 1959 സെപ്റ്റംബർ 13 സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 ആയിരുന്നു ചന്ദ്രനെ സ്പർശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തു. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമാണ് അപ്പോളോ 11. 1969 ജൂലൈ 21 ഇത്. 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്നാണ് അപ്പോളോ 11 വിക്ഷേപിച്ചത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. ചാന്ദ്ര പര്യവേഷണത്തിനായുള്ള ISROയുടെ ബഹിരാകാശ ദൗത്യ പരമ്പരയാണ് ഇന്ത്യൻ ലൂണാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ചന്ദ്രയാൻ പ്രോഗ്രാം. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങി. ഇന്ത്യയുടെ മൊബൈൽ അധിഷ്ഠിത പണമിടപാട് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI സേവനം 2024 ഫെബ്രുവരി മാസം മുതൽ ലഭ്യമായി തുടങ്ങിയ രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം ശ്രീലങ്ക, മൗറീഷ്യസ്. ഈയിടെ പാരീസിലെ ഈഫൽ ടവറിലും UPI സംവിധാനം നടപ്പാക്കിയിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാമതെത്തിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ. ഈ വർഷത്തെ അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആര്? ഉത്തരം ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയെ 79 റൺസിനാണ് തോൽപ്പിച്ചത്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പറ്റി പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം പേസ്. പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം എന്നതാണ് പേസിന്റെ പൂർണ്ണ രൂപം. 2024 ഫെബ്രുവരി 8 കേപ്പ് കാനവറിലെ സ്പേസ് ലോഞ്ച് കോംപ്ലക്സ് 40 നിന്നായിരുന്നു വിക്ഷേപണം. ആഗോള സമുദ്രനിറം, ബയോകെമിസ്ട്രി, പരിസ്ഥിതി എന്നിവയും കാർബൺ സൈക്കിൾ, മേഘങ്ങൾ എന്നിവയെ പറ്റിയും പഠിക്കുകയാണ് പേസിന്റെ ലക്ഷ്യം. ഇന്തോനേഷ്യൻ പ്രസിഡന്റായി അധികാരത്തിലേറിയത് ആര്? ഉത്തരം പ്രബോവോ സുബിയാന്റോ. ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ തയ്യാറാക്കുവാൻ ഓപ്പൺ AI നിർമ്മിച്ച സാങ്കേതിക വിദ്യയുടെ പേര് എന്ത്?
ഉത്തരം സോറ. ജാപ്പനീസ് ഭാഷയിൽ ആകാശം എന്നർത്ഥം വരുന്ന വാക്കാണ് സോറ. വീഡിയോകളിലെ തെറ്റു തിരുത്താനും ദൃശ്യങ്ങൾക്ക് മിഴിവ് വർദ്ധിപ്പിക്കുവാനും സോറയ്ക്ക് കഴിയും. നാസയും ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയും ചേർന്നാണ് മരം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നത്? ഉത്തരം ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സ. ലിഗ്നോസാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പേടകം മഗ്നോളിയ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബി പാസാക്കിയ രാജ്യം ഏത്? ഉത്തരം US. ആരോഗ്യം, സൈബർ സുരക്ഷ, കാലാവസ്ഥ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രൂപവത്കരിച്ച ചതുർരാഷ്ട്ര സഖ്യമാണ് ക്വാഡ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ജയ് ഷാ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയാണ് ഇദ്ദേഹം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏത്? ഉത്തരം ഡൽഹി. ആരാണ് ഇപ്പോഴത്തെ, അതായത് 16-ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ? ഉത്തരം അരവിന്ദ് പനഗരിയ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും സംസ്ഥാനങ്ങൾക്കിടയിലും നികുതികൾ പങ്കുവെക്കേണ്ടത് എങ്ങനെയെന്ന് ശുപാർശ ചെയ്യലാണ് ധനകാര്യ കമ്മീഷന്റെ പ്രധാന ചുമതല. ആർക്കെല്ലാമാണ് 2024 ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം മുൻ ഉപപ്രധാനമന്ത്രിയും BJP നേതാവുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, കാർഷിക ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ. LK അദ്വാനി ഒഴികെയുള്ളവർക്കെല്ലാം മരണാനന്തര ബഹുമതിയായാണ് ഭാരത് രത്ന ലഭിച്ചത്. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെ? ഉത്തരം ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യ. വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ആര്? ഉത്തരം ജസീന്ത കല്യാൺ. ആരാണ് ഇപ്പോഴത്തെ ലോക്പാൽ അധ്യക്ഷൻ? ഉത്തരം ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. രാജ്യത്തെ അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമാണ് ലോക്പാൽ. സുപ്രീം കോടതി മുൻ ജസ്റ്റിസാണ് AM ഖാൻവിൽക്കർ. ആദ്യ ലോക്പാൽ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത തുറന്നത് എവിടെ? ഉത്തരം ജമ്മു കാശ്മീർ. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽപാതയിലാണ് T50 എന്നു പേരിട്ട തുരങ്കപാത. 12.77 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ നീളം. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രഹർക്ക് നൽകുന്ന പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ മലയാളി ആര്? ഉത്തരം സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ഛായാഗ്രഹകനാണ് ഇദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകി വരുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏത്? ഉത്തരം കാപ്പാട്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൽ കേരളത്തിന് അഭിമാനമായി മാറിയ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പാലക്കാട് നെന്മാറ തിരുവഴിയാട് സ്വദേശിയും വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. വ്യോമസേനയിലെ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായിരുന്നു പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഇദ്ദേഹം. 3000 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള
ടെസ്റ്റ് പൈലറ്റ് കൂടിയാണ് ഇദ്ദേഹം. Su-30 MKI, MiG-21, MiG-29, ഹോക്ക്, ഡോണിയർ, AN-32 തുടങ്ങിയ വ്യോമസേനാ വിമാനങ്ങൾ പറത്തിയിട്ടുണ്ട്. സുഖോയ് 30 സ്ക്വാഡിന്റെ കമാൻഡർ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ കൂടാതെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി അങ്കദ് പ്രതാപ്, ഗ്രൂപ്പ് ക്യാപ്റ്റനും തമിഴ്നാട് ചെന്നൈ സ്വദേശിയുമായ അജിത് കൃഷ്ണൻ, വിംഗ് കമാൻഡർ ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശി ശുഭാൻശു ശുക്ല എന്നിവരെയും തിരുവനന്തപുരം VSSയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ലോകത്തിന് പരിചയപ്പെടുത്തി. 2025 നടക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന് 3 പേർക്കാണ് അവസരം ലഭിക്കുക. 3 ദിവസം ഇവർ ബഹിരാകാശത്ത് തങ്ങും. ദൗത്യം വിജയമായ US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാർച്ച് മാസത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.